ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ്റെയും ധ്രുവയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഞാനും ധ്രുവക്കുട്ടിയും കുറച്ച് ദിവസം ബാംഗ്ലൂർ എൻ്റെ അമ്മയുടെയും ചേച്ചിയൊപ്പം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെ കൊണ്ടുവരാനായിട്ട് ചേട്ടൻ ഫ്ലൈറ്റിലാണ് വന്നത്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ആ ഫ്ലൈറ്റിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ധ്രുവയുടെയും ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെ ധ്രുവബീനെ മാനേജ് ചെയ്യും, ഫ്ലൈറ്റിൽ കയറുമ്പോൾ അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു, ഏതാണ്ട് ടൈമായി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയർ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയിട്ടുള്ള എയർ അലയൻസിലാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. ഞാൻ എയർപോർട്ടിൽ എത്തിയ ശേഷം ധ്രുവയ്ക്ക് ഫുഡൊക്കെ കൊടുത്തായിരുന്നു. കാരണം ഇനി വിശന്നിട്ട് എന്തെങ്കിലും വല്ല ബഹളം ബുദ്ധിമുട്ടൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളത് അങ്ങനെ വണ്ടിയിൽ കയറി ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ധ്രുവയ്ക്ക് എന്താണെന്ന് അറിയില്ല, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ മൂപ്പരാൾക്ക്. ഈവനിങ് 6:20 കേട്ടോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അധികം നേരമൊന്നും വേണ്ടി വരില്ല, ഒരു അരമണിക്കൂറൊക്കെ വേണ്ടി വരുള്ളൂ, എത്തും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പേടിച്ചിരുന്നത് ഇനി ധ്രുവ ബേബി അവൾക്ക് പറയാൻ പറ്റില്ല, ഈ സമയത്തൊക്കെ ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ അവൾ വാശി കാണിക്കാറുണ്ട് സാധാരണ. അപ്പോൾ എനിക്ക് അതിൻ്റെയൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇടയിലൊക്കെ വാശി കാണിച്ച് എന്ത് ചെയ്യും, ഫ്ലൈറ്റ് ഇടയിൽ വെച്ച് നിർത്താനൊന്നും പറ്റില്ലല്ലോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ധ്രുവ ബേബിക്ക് നമ്മളിങ്ങനെ അവിടെ നിൽക്കുന്ന എയർപ്ലെയിൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകാൻ ഞങ്ങളുടെ ടൈമായി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് പിന്നെ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ച നേരിട്ട് കാണുന്നത്. അപ്പോൾ അത് മാക്സിമം അത് എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് എത്തിയിട്ടോ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ചെറിയ പ്ലെയിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കയറി ഇരുന്ന് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉണ്ണിക്കുള്ള കാരണം കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നായിരുന്നു, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ധ്രുവ ബേബി ഫ്ലാറ്റായി, അവൾ ഉറങ്ങിപ്പോയായിരുന്നു. അത് സമാധാനം, അങ്ങനെ ഉറങ്ങി. പിന്നെ ആ ടൈമായ കാരണം തന്നെ മേലെ നിന്നുള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു, കൂടുതൽ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ട് നന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതാണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായ സമയത്ത് കറക്റ്റായിട്ട് ധ്രുവ ബേബി ഉണർന്നു, പ്രശ്നം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ പെട്ടു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഏതാണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു വിധത്തിൽ മാനേജ് ചെയ്തു. ഞങ്ങളങ്ങനെ തിരിച്ച് ഇറങ്ങിയിട്ട് അവിടെ എത്തി. അപ്പോൾ ധ്രുവ ബേബി അങ്ങനെ രാജകീയമായിട്ട് വരികയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായി ഒരാൾക്ക് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പം നമ്മൾ തന്നെ വണ്ടിയിൽ വന്നതായിരുന്നു. വണ്ടി ഓൾറെഡി ചേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, ചേട്ടൻ തന്നെ വണ്ടി എയർപോർട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടെ മെയിനായിട്ട് നമ്മൾ പറയാൻ പറഞ്ഞു, ഞാൻ അവിടെ വെച്ചിട്ട് കാളിദാസ് ജയറാമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്റ്റില്ല് നമ്മൾ എടുക്കാൻ പറ്റി, വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഞങ്ങൾ പോയിട്ട് സെൽഫീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കണമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ അങ്കമാലിയിലുള്ള പാരഗൺ ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ബിരിയാണിക്ക് കഴിച്ച് നിറച്ച് ബിരിയാണിക്ക് കഴിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് വേഗം അധികം സമയമൊന്നും കളയാതെ തന്നെ വേഗം വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരേക്കും ബൈ.